ഇന്ന് നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട ബീഫ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? അതിനാവശ്യമായിട്ടുള്ള പൊടികൾ ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം, പിന്നെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ തേങ്ങാക്കൊത്ത്, തക്കാളി, ചെറിയ ഉള്ളി, വലിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, പിന്നെ കരിവേപ്പില. എല്ലാം കൂടുതൽ ചെറുതായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത്, ഒരു മീഡിയം വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ച് തൈരും. നമ്മൾ അടി കട്ടിയുള്ള ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് പെരുംജീരകം, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എണ്ണയിൽ ഇത് മൂത്ത് വരുമ്പോൾ അതിന് പ്രത്യേക ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും വരും. എന്നിട്ട് അതിലേക്കാണ് ഞാൻ വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാനതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മഴക്കാലമാണ്, അതുകൊണ്ട് അടുപ്പൊന്ന് കത്തി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിച്ചിട്ടുണ്ട്. എന്നാലും എങ്ങനെയൊക്കെയോ ആശാൻ കത്തിയിട്ടുണ്ട്. നന്നായിട്ട് വഴണ്ട് കൊടുത്തതിന് ശേഷം ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ചുകൂടെ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഈ കുറച്ചുകൂടെ എണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിലേക്ക് ഈ പൊടികളിടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അപ്പോൾ എണ്ണയിൽ പൊടികളിട്ട് മൂപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ കളറും ഒന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല കളറ് വരാനും ചാൻസ് ഉണ്ട്. അപ്പം അതിനാണ് ഞാൻ എണ്ണയിലിട്ട് മൂപ്പിക്കുന്നത്. അപ്പോൾ എണ്ണയിലിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്ന എണ്ണ കുറച്ച് വേണം ഉപയോഗിക്കാൻ, അതാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നമ്മൾ തക്കാളി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തൈര്. പലരും വിചാരിക്കും തക്കാളി ആഡ് ചെയ്തിട്ട് പിന്നെ എന്തിനാ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ തൈരുണ്ടെങ്കിൽ ആ ഒരു മീറ്റിൻ്റെ എന്താ പറയുക, അത് നമ്മളെ ബീഫിൻ്റെ സോഫ്റ്റ്നെസ് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെ തൈര്. അതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി അടി കട്ടിയുള്ള പാത്രം തന്നെയാണ് ഉപയോഗിച്ചത്, എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് വേവിച്ച ബീഫാണ് ഞാൻ ഇടുന്നത്. ഞാൻ ജസ്റ്റ് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ജീരകം ഇതൊക്കെ ഇട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുത്ത ബീഫാണ് അതിലേക്കിട്ടത്. എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്നിട്ട് കുറച്ചൊന്ന് തിള വരുമ്പോൾ കരിവേപ്പില ഇട്ടൊന്ന് അടച്ച് വയ്ക്കാം. ഇടയ്ക്കൊന്ന് അതൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ നന്നായി തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തീ കത്തിച്ച് കൊടുക്കുന്നത്. എപ്പോഴും നമ്മുടെ ബീഫ് അടുപ്പിലുണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത്ര ടേസ്റ്റ് ഒരിക്കലും നമ്മൾ സ്റ്റൗവിലുണ്ടാക്കിയാൽ കിട്ടില്ല. മെല്ലെ തീ കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം ഞാൻ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലും കൂടെ ഒന്ന് വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഞാൻ അത്ര ഒഴിച്ച് കൊടുക്കുന്നില്ല. പകരം ഞാൻ കുറച്ച് അതിന് പകരമായിട്ടല്ല, പകരം അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് പെരുംജീരകം അതിൻ്റെ മേലെ തൂവി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി ഒന്ന് എടുത്ത് നിൽക്കും. അത് ബീഫിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തരുകയും ചെയ്യും. എന്നിട്ട് ഞാനിപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്, കാരണം അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ ബീഫ് ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബീഫ് കുറച്ച് ചോറിലേക്ക് നല്ല മോര് കൂട്ടാനും അതുപോലെ സൈഡിൽ നമ്മുടെ ഈ ബീഫ് കുട്ടനെയും വെച്ച് സൈഡിൽ അതുപോലെ തന്നെ ഒരു ചെറിയ പപ്പടവും വെച്ച് നമുക്ക് എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കാം. അപ്പോൾ നല്ല ഉഷാറായിട്ടുള്ള മീൽ അവിടെ റെഡിയാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.